നമ്മളിനി നിലമ്പൂരിലേക്ക് പോവുകയാണല്ലോ. നിലമ്പൂരിൽ നമുക്കറിയാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അവസാന ലാപ്പിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും നിലമ്പൂരിനെ ചൂട് പിടിക്കുന്നത് പിന്തുണ വിവാദങ്ങളാണ് അല്ലേ. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും ആ പിന്തുണയെ UDF നേതാക്കൾ സ്വീകരിച്ചതും ഇപ്പറേ PDP CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചതും ഒക്കെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന വലിയ വാർത്തകളും അങ്ങോട്ടേക്ക് ഉറ്റുനോക്കുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണത്തിലേക്കാണ് ഇനി ഹലോ മലയാളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ തന്നെയാണെന്ന് പറയുകയാണ് KT ജലീൽ MLA. അവർക്ക് മാറ്റമുണ്ടായി എന്ന് പറയേണ്ടത് പ്രതിപക്ഷ നേതാവല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. മൗദൂദിയൻ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുവെങ്കിൽ അത് പറയേണ്ടത് മതരാഷ്ട്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എല്ലാവരും തയ്യാറാകണമെന്നും KT ജലീൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. തുടക്കം മുതൽ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. പെൻഷൻ വിവാദം, അതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം, ദേശീയപാത. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളുടെ സംഘടനയാണ്. ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയാണ് RSS നിലകൊള്ളുന്നത്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത്. അപ്പോൾ RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മതരാഷ്ട്രവാദികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അതിപ്പോൾ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. RSS ഇങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കും ഭാഗികമായിട്ടെങ്കിലും എന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ RSS അത് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കലാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു. അപ്പോൾ ഈ രണ്ട് മതരാഷ്ട്രവാദികളും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവണം. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവരിപ്പോൾ മതരാഷ്ട്രവാദികളല്ല, അവരിൽ മാറ്റമുണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. മതരാഷ്ട്രവാദികളല്ല തങ്ങൾ എന്നുള്ളത് അവർ പറയട്ടെ. അവരിന്നോളം പ്രചരിപ്പിച്ചിരുന്ന മൗദൂദിയൻ ആശയങ്ങൾ തെറ്റായിരുന്നു എന്ന് അവർ സമ്മതിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സമീപനങ്ങളിൽ നിന്ന്, നയങ്ങളിൽ നിന്ന്, ആ സംഘടന രൂപീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയങ്ങളിൽ നിന്ന് അവർ പിറകോട്ട് പോന്നു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം മതരാഷ്ട്ര സ്ഥാപനമല്ല എന്ന് പരസ്യമായി പറയാൻ അവരെന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? അവരുടെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇവയിലൊക്കെ തന്നെ മതരാഷ്ട്രവാദമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പിൻവലിച്ച് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി മാപ്പ് പറഞ്ഞാൽ മാത്രമേ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ UDF-നുള്ള പിന്തുണ അതെങ്ങനെയായിരിക്കും? UDF-ന് ഗുണമാകുമോ അതോ ഒരു കുരുക്കിലാക്കുമോ? ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ ശക്തിയൊന്നുമില്ല. അത് ആക്ച്വലി ഞാൻ പലതവണ തെരഞ്ഞെടുപ്പിൽ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ എന്നെ പല്ലും നഖവും ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുൾപ്പെടെ എല്ലാം അണിനിരന്ന് എതിർത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഞാൻ ജയിച്ചു. അവർക്ക് നാമമാത്രമായിട്ടുള്ള വോട്ടുകളേ ഉള്ളൂ. അവർ വെറുതെ പെരുപ്പിച്ച് പറയുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രകടനപരത ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് തങ്ങളുടെ ശക്തിയെന്ന് അവർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു കുഴിയിൽ UDF വീണുപോയി എന്നുള്ളതാണ് വാസ്തവം. യെസ്, അതാണ് KT ജലീലിന്റെ നിലപാട്. നമ്മൾ ഈ നിലമ്പൂരിലേക്ക് പോകുന്ന സമയത്ത് നിലമ്പൂരിൽ എന്തുമാത്രം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മനുഷ്യ വന്യജീവി സംഘർഷം അടക്കം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. നമുക്ക് ഈ അടുത്തിടയ്ക്കാണ് പന്നിക്കണിയിൽ പെട്ട ഒരാൾക്കെന്ന് വെച്ചാൽ 15 വയസ്സുള്ളൊരു യുവാവിനൊരു ചെറിയ കുട്ടിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതുപോലെ. അങ്ങനെ അതടക്കം എന്തുമാത്രം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നിരിക്കെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് മണ്ഡലത്തിലുള്ളത് 2000-നും 5000-നും ഇടയ്ക്ക് മാത്രം വോട്ടാണ്. PDPക്ക് ആവട്ടെ 2000 വോട്ടുകളോളം. അപ്പോൾ ഇത്ര ചുരുങ്ങിയ ഒരു വോട്ട് ഷെയർ ഉള്ള 2 പേരെ കുറിച്ചാണ് അവിടുത്തെ ചർച്ചകളൊക്കെ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം.